അദ്ദേഹം നൽകിയ നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. VS മൃതദേഹം ഇപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. കാലമായി വീട്ടിലേക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ആഘോഷവേളകളിൽ ഓണത്തിനും വിഷുവിനൊക്കെ അദ്ദേഹം വന്നു പോകാറുണ്ട്. അപ്പോഴൊക്കെ അയൽക്കാരുടെയും പുന്നപ്രയിലെ സാധാരണക്കാരുടെയും പരാതികൾ കേൾക്കാൻ അദ്ദേഹം നിൽക്കാറുണ്ടായിരുന്നു. ആ ഓർമ്മകളാണ് പലരും നേരത്തെ പങ്കുവച്ചത്. ഇവിടെ പക്ഷേ ഇപ്പോൾ പുന്നപ്രയിൽ നിന്നുള്ളവർ മാത്രമല്ലല്ലോ, കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ളവർ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. പാർട്ടി സെക്രട്ടറിയും ഇവിടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നു. വിചാരിക്കാത്ത രീതിയിൽ സമയം കടന്നുപോയിരിക്കുന്നു. അതാണ് നേരത്തെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. എല്ലാവർക്കും കാണാൻ അവസരമുണ്ടാക്കും. നേരത്തെ നിശ്ചയിച്ചിരുന്ന പല കേന്ദ്രങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ വഴിയരികിൽ കാത്തിരുന്ന ആയിരങ്ങൾ അവരെ നിരാശപ്പെടുത്താതെ അവർക്കൊക്കെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇനിയുള്ള VS എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. VS അർഹമായ ആദരവർപ്പിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ക്രമീകരണം അനുസരിച്ച് ആളുകൾക്ക് വന്ന് കാണാൻ കഴിയും. ഈ വടക്ക് വശത്തുള്ള ബാരിക്കേഡിനകത്ത് നിൽക്കുന്നവർക്കാണ് ഇതുവഴി കാണാൻ കഴിയുക. അതുവഴി ആർക്കും തെക്ക് വശത്തുള്ളത് അതിനെ ഇറങ്ങി പോവാണ്. ഇവിടെ വന്നിട്ടുള്ള കാണാനെത്തിയ നേതാക്കളുടെ കാഴ്ചയും കാണാം. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ, പാർട്ടിയുടെ സമുന്നത നേതാക്കൾ എല്ലാവരും നിരന്നിരിക്കുന്നു. നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച VS അത് സമരങ്ങളിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു. സമരങ്ങളിലൂടെ നേടാൻ കഴിയാത്തത് കോടതിയിലൂടെ നീതിന്യായ വ്യവസ്ഥയുടെ സഹായത്തോടെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതായിരുന്നു VS. നിരന്തരമുള്ള പോരാട്ടം, ജീവിതത്തിൽ തുടക്കം മുതലുള്ള പോരാട്ടം അദ്ദേഹത്തിന്റെ അവസാന കാലം വരെയും തുടർന്നു. തോൽക്കാത്തവൻ സകലമാ